Web programming using PHP, fifth module, first part. Features of PostgreSQL and its data types. Then PostgreSQL commands: create database, create a table, create as, describe table, insert into, select into, delete, updates. Features of PostgreSQL. PostgreSQL is a powerful database. ഈ പേര് എനിക്ക് ഓർമ്മ പവർഫുൾ എന്നാണ്. പവർഫുൾ കൊണ്ട് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ആ മീനിങ് എന്തൊക്കെയാണെന്ന് താഴെ പറയാം. ഓക്കെ, ഇസ് ആൻ ഓപ്പൺ സോഴ്സ്. ബേസിക്കലി PostgreSQL ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. സോഴ്സ് ഡാറ്റ, സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് RDBMS. നമുക്കറിയാം DBMS കൺസെപ്റ്റ് എക്സ്ട്രാ വരുന്നതാണ് RD, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ അതിൽ ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്ത കൺസെപ്റ്റ് വരുന്നതാണ് ഈ PostgreSQL എന്ന് പറയുന്നത്. PostgreSQL സപ്പോർട്ട് അഡ്വാൻസ്ഡ് ഡാറ്റ ടൈപ്പ്. എല്ലാ കണ്ടൻസിലും ഡാറ്റ ടൈപ്പ് പഠിക്കുക, എല്ലാ ലാംഗ്വേജിലും. ഇപ്പൊ ഡാറ്റാബേസ് ലാംഗ്വേജ് ആണെങ്കിലും അതിലും ഉണ്ടാവും നമുക്ക് എന്ത് ഒരു ഡാറ്റ ടൈപ്സ് പഠിക്കാൻ. പക്ഷെ ഇവിടെ അഡ്വാൻസ്ഡ് ലെവൽ ഡാറ്റ ടൈപ്പ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ്ഡ് ലെവൽ ഡാറ്റ ടൈപ്സ്. അപ്പൊ അതൊക്കെ ആ ഡാറ്റ ടൈപ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് അഡ്വാൻസ്ഡ് ലെവലാണെന്ന്. അത്രയും വാസ്റ്റ് ആണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റൺസ് ഓൺ ആൾ മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. മാക് ആയാലും ലിനക്സ് ആയാലും വിൻഡോസ് ആയാലും സോളാരിസ് ആയാലും നമുക്ക് ഈ PostgreSQL ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് ബാക്ക് എൻഡ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സപ്പോർട്ട് ആസിഡ് പ്രോപ്പർട്ടി. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ആസിഡ് 4 പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയാണ്? അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഈ 4 പ്രോപ്പർട്ടി എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് PostgreSQL. ആൾസോ സപ്പോർട്ട് ഫോറിൻ കീസ്, ജോയിൻസ്, ട്രിഗേഴ്സ്, വ്യൂസ് ആൻഡ് സ്റ്റോർഡ് പ്രൊസീജിയർ. ഒരു ബേസിക് ഡാറ്റ ടൈപ്സിന്റെ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്ന കണ്ടന്റുകളാണ് ഈ കീസും അതുപോലെ ജോയിൻസ്, ട്രിഗേഴ്സ്, സ്റ്റോർഡ് പ്രൊസീജിയർ ഒക്കെ. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് PostgreSQL. ജോയിൻസിന് പല ടൈപ്സ് ജോയിൻസ് ഉണ്ട് അല്ലെ. സ്റ്റോർഡ് പ്രൊസീജിയർ പല രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കീസ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കീസ് കൂടാതെ ഫോറിൻ കീ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് PostgreSQL. PostgreSQL can modify and distribute in any form. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം എന്റെ ലാംഗ്വേജ്. അതുകൂടാതെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പൊ മുമ്പ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് പവർഫുൾ എന്ന വേർഡ് വരാൻ കാരണം ആ ലാംഗ്വേജിന്, ഈ ഒരു ഡാറ്റാബേസിന്. ഇതിന് മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് PHP കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് MySQL ആണ്. അപ്പൊ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് PostgreSQL ആക്കിയുള്ളത്. MySQL ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ്സ് എ പവർഫുൾ ഡാറ്റാബേസ്. ദെൻ ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ന്യൂമറിക് ടൈപ്സ് എന്നാണ് ഫസ്റ്റ് ന്യൂമറിക്. ഈ ന്യൂമറിക് ടൈപ്പിലാണ് ബാക്കിയുള്ള എല്ലാ കണ്ടന്റ് വരുന്നത്, നമ്പേഴ്സിന്റെ എല്ലാ കണ്ടന്റും. നമ്മൾ സാധാരണ ഇന്റിജർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് പറയാറ്. പക്ഷെ ഇവിടെ ഡാറ്റ ടൈപ്സിൽ അഡ്വാൻസ് ലെവൽ ആയതുകൊണ്ട് തന്നെ ന്യൂമറിക് ടൈപ്സ് മറ്റൊരു കണ്ടന്റ് ആണ്. അതിന്റെ അണ്ടറിലാണ് ബാക്കി ഏതാ വരുന്നത്. ഓക്കെ, സ്മാൾ ഇന്റ്, ഇന്റിജർ, ബിഗ് ഇന്റ്, ഡെസിമൽ, ന്യൂമറിക്, റിയൽ, ഡബിൾ, സ്മാൾ റിയൽ, സ്മാൾ സീരിയൽ, സീരിയൽ, ബിഗ് സീരിയൽ. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് ന്യൂമറിക് എന്ന് പറയുന്ന ആ ടൈപ്പിലാണ് വരുന്നത്. ഇവിടെ സ്മാൾ ഇന്റ് നമുക്കറിയാം, സാധാരണ ഇന്റിജർ നമുക്ക് പഠിക്കാറുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്മാൾ ഇന്റ് വളരെ 2 ബൈറ്റ് മെമ്മറി കൺസ്യൂം ചെയ്യുള്ളൂ. ദെൻ ഇന്റിജർ വരിക നമുക്ക് 4 ബൈറ്റ് വരെ അവൈലബിൾ ആണ്. ബിഗ് ഇന്റിൽ നമുക്ക് കിട്ടുന്ന 8 ബൈറ്റ് അവൈലബിൾ ആണ്. ഈ ഡെസിമൽ അതുപോലെ ന്യൂമറിക് എന്ന് പറഞ്ഞ വേരിയബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം, ഡെസിമൽ പോയിന്റ് മുൻപ് വരുന്ന 1,30,000 ഡിജിറ്റുകൾ വരും. നമ്പർ അല്ല, ഡിജിറ്റുകളാണ്. അത്രയും ഡിജിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ പോയിന്റ് ബിഫോർ ചെയ്യാം, അത്രയും തന്നെ ആഫ്റ്ററും ചെയ്യാം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അത്രയും ഡിജിറ്റ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയും. അതാണ് ഡെസിമൽ. അതാണ് വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ന്യൂമറിക്കും അതുപോലെ രണ്ടും. ഓക്കെ, ദെൻ റിയൽ. റിയൽ നമുക്കറിയാം 4 ബൈറ്റ് യൂസ് ചെയ്യാം. എല്ലാ ഡബിൾ 8 ബൈറ്റ് ഉപയോഗിക്കും, നോർമൽ കോമൺ തന്നെ. പിന്നെ വരുന്നതാണ് സ്മാൾ സീരിയൽ. സ്മാൾ സീരിയൽ ഇവിടെ സ്മാൾ ഇന്റ് പറഞ്ഞ പോലെ 2 ബൈറ്റ്. സീരിയൽ ഇന്റിജർ ആ രൂപത്തിലുള്ള കൺസെപ്റ്റ് ആണ്. അത് 4 ബൈറ്റ്. ബിഗ് സീരിയൽ എന്നാണ് 8 ബൈറ്റ് യൂസ് ചെയ്യും. ഇതെല്ലാം ഇതിന്റെ അണ്ടറിലാണ്, ന്യൂമറിക് ടൈപ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അതുപോലെ നേരെ ഒന്നാണ് ക്യാരക്ടർ ടൈപ്പ്. ക്യാരക്ടർ ടൈപ്പ് നോക്കിയേ 4 ടൈപ്സ് വരുന്നുണ്ട്. ഇതൊക്കെയാ വാർക്കാർ, കാർ, ടെക്സ്റ്റ്, ക്യാരക്ടർ. നമുക്കറിയാം ക്യാരക്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യുള്ളൂ. മെയിൽ, ഫീമെയിൽ, അത് M എന്ന് കൊടുത്താൽ മെയിൽ റീഡ് ചെയ്യും.
മെയിൽ ഫോർ എം അല്ലെ, ആ രൂപത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ എം എന്ന് കൊടുത്താൽ മെയിലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു സിംഗിൾ ക്യാരക്ടർ രീതി നമുക്ക് ക്യാരക്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാർ എന്ന് കൊടുത്താൽ ഇൻ ബ്രാക്കറ്റിൽ നമ്പർ സ്പെസിഫൈ ചെയ്യണം. ക്യാർ അത് കാരണം അത് ഫിക്സഡ് ആണ്. ആ ക്യാർ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 നമ്പേഴ്സ് മസ്റ്റ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്യണം 5, അല്ലെങ്കിൽ അത് എറേഴ്സ് വരും. വാർക്കാർ എന്ന് ഉദ്ദേശിച്ച വേരിയബിൾ ക്യാരക്ടറാണ്. വേരിയബിൾ ക്യാരക്ടർ ഇവിടെ 5 എന്ന് കൊടുത്ത് വാർക്കാർ ബ്രാക്കറ്റിൽ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 മെമ്മറി ലൊക്കേഷൻ അവിടെ അസൈൻ ചെയ്തു. അത് നമുക്ക് 4 ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 വേണമെങ്കിൽ പുട്ട് ചെയ്യാം. ഓക്കെ, 1 കൊടുക്കാം, ഏതെങ്കിലും ഒറ്റ വാല്യൂ ആണ്, ബാക്കിയുള്ള വാല്യൂടെ ബ്ലാങ്ക് ആയി കിടക്കും. പക്ഷെ ഇവിടെ ക്യാർ കൊടുത്തു കഴിഞ്ഞാൽ ക്യാർ ബ്രാക്കറ്റിൽ ഒരു 5 കൊടുത്താൽ 5 ഡിജിറ്റ് മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, ദെൻ ടെക്സ്റ്റിന് അൺലിമിറ്റഡ് ആണ്. വേരിയബിൾ ലെങ്ത് നമുക്ക് യൂസ് ചെയ്യുന്ന കണ്ടന്റ് എത്രയും നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടെക്സ്റ്റ് ആയിട്ട്. ഓക്കെ, വേരിയബിൾ ആണ്. ദെൻ ബൈനറി ഡാറ്റ ടൈപ്സ്. ബൈനറി നമ്മൾ യൂസ് ചെയ്യാറില്ല, ബൈനറി ആണ് സീറോസും വൺസും യൂസ് ചെയ്തില്ല, അതിന്റെ സീരീസ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, സോ ബൈനറി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ വന്നല്ലോ ബൈറ്റ്. ഈ ഒരു കീവേഡ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ബൈനറി. ഇപ്പൊ ഇന്റ് സ്മോൾ ഇന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൈറ്റ് ഉദ്ദേശം 0 1 ഇപ്പോൾ 2 റെപ്രസെന്റ് ചെയ്യെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 10 ആണ് 2 റെപ്രസെന്റേഷൻ. അതുപോലെ 8 റെപ്രസെന്റ് ചെയ്യും 1000. ഡേറ്റ് ടൈം. ഓക്കെ, ടൈം സ്റ്റാമ്പ്. ഇപ്പൊ ഡേറ്റ് നമുക്ക് പല രൂപത്തിൽ നമുക്ക് ഡേറ്റ് റെപ്രസെന്റ് ചെയ്യാം, എഴുതാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡേറ്റിന്റെ ഒരു ഫോർമാറ്റ്. പൊതുവെ 8 ബിറ്റ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. അതിന്റെ കൂടുതൽ നമുക്ക് 12 ബിറ്റിലും റെപ്രസെന്റ് ചെയ്യാനുള്ളതൊക്കെ ടൈമും വരുമ്പോൾ, ഡേറ്റ് മാത്രം വരുമ്പോൾ ആ രൂപത്തിൽ 8 ബിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ടൈമും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 12 ബൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതിൽ ഡേറ്റിന് പല ഫോർമാറ്റിൽ ഇപ്പൊ സ്ലാഷ് കൊടുത്ത് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഹൈഫൺ കൊടുക്കാം, ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ രൂപത്തിലൊക്കെ ഫോർമാറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം ടൈം സ്റ്റാമ്പ് ഉപയോഗിക്കുമ്പോൾ. ദെൻ മണി ടൈപ്പ്. കറൻസി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മണി ടൈപ്പ് യൂസ് ചെയ്യുക. മണി എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുക, MONEY. അത് സിംഗിൾ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ കറൻസി. കാരണം 99 ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പുറത്ത് 1 രൂപി എന്നായി മാറും. പൈസ 1 രൂപി ടൈം ആ രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. ടൈം നമ്മൾ സെറ്റ് ചെയ്ത് 60 വരിക. 9 കഴിഞ്ഞാൽ പിന്നെ 00, അപ്പോൾ 1 സെക്കൻഡ് അല്ല 1 മിനിറ്റ് ആയി മാറും. ആ രൂപത്തിൽ മണി 99 വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 1 രൂപ ചേഞ്ച് ആവും. നെക്സ്റ്റ് ബൂളിയൻ ടൈപ്പ് ട്രൂ ഓർ ഫാൾസ് 2 വാല്യൂസേ വരാറുള്ളൂ. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന ടൈപ്പാണ് ബൂളിയൻ എന്ന കീവേഡാണ് ഉപയോഗിക്കുക. അതിന്റെ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ ബൂളിയൻ എന്ന കീവേഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ്. എന്യൂമറേറ്റഡ് ടൈപ്സ് അല്ലെ, അത് ഈനം എന്നാണ് പറയുന്നത്. നമ്മൾ CPP-ലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈനം എന്നുള്ളൊരു കീവേഡ് ഉപയോഗിക്കും. ഈനം ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സുകളൊന്നും അല്ലാതെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു പുതിയ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടി യൂസ് ചെയ്യാണ് ഈനം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് അത് ചെയ്യുമ്പോൾ ഒരു ക്വറി ചെയ്താറുണ്ട്. ക്വറി ഉദ്ദേശിച്ചത് നമുക്ക് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ക്രിയേറ്റ് ടൈപ്പ് വീക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വീക്ക് എന്ന് പറയാം. ഒരു വീക്ക് ഒരാഴ്ച ഉദ്ദേശം നമുക്കൊരു വീക്ക് 1 വീക്ക് എന്ന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ക്രിയേറ്റ് ടൈപ്പ് വീക്ക് ആസ് ഈനം ഇതിനു ശേഷം ബ്രാക്കറ്റിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ ഓരോന്നും കോമട്ട് എഴുതുക. ദെൻ സെമിക്കോളൻ. അതാണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പ് ആ പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാം. ആ വീക്ക് ഡാറ്റ ടൈപ്പ് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇപ്പൊ ഡേറ്റും ടൈം വരുന്നത് പറയാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അതിന്റെ വീക്ക് ഡാറ്റ ടൈപ്പിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ വേറെ ഒന്ന് ഫാമിലി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഫാമിലി ഇനി ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ടൈപ്പ് ഫാമിലി ആസ് ഈനം ബ്രാക്കറ്റിൽ ഫാദർ, മദർ, ഡോട്ടർ, സൺ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ അല്ലേ. വേറൊന്ന് ജിയോമെട്രിക് ടൈപ്പ്. ജിയോമെട്രി എന്ന് പറഞ്ഞാൽ അറിയാതല്ലോ അല്ലേ, മാത്തമാറ്റിക്സ് ഓറിയന്റഡ് ആയ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാം. പോയിന്റിന്റെ ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പൊ പോയിന്റ് റെപ്രസെന്റ് നമുക്ക് എന്ത് വേണം, അതിന്റെ വാല്യൂസ് കൊടുക്കണമെങ്കിൽ ഒരു XY ഒരു പോയിന്റ് കൊടുക്കണമെങ്കിൽ എന്തായാലും ഒരു പോയിന്റ് എന്നാൽ X ആക്സിൽ ഒന്ന് Y ആക്സിൽ ഒന്ന്. അപ്പൊ XY എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം, 2 പോയിന്റ്സ് വേണ്ട. X1 Y1 X2 Y2. ബോക്സ് വരയ്ക്കണമെങ്കിൽ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ആകുമ്പോൾ ബോക്സ് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം, നീളവും വീതി അറിയിക്കണം അല്ലേ. ദെൻ പോളിഗൺ മൾട്ടി ടൈപ്പ് വരുന്നതാണ് പോളിഗൺ. അപ്പൊ എത്ര പോയിന്റ്സ് വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് X1 Y1 X2 Y2 എക്സെട്രാ രൂപത്തിൽ വരയ്ക്കും. ഓക്കെ, വേറെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന എന്ത് വേണം, 2 വാല്യൂസ് വേണം. ഒന്ന് സെന്റർ പോയിന്റ് വേണം അല്ലേ. അപ്പൊ XY എന്ന് പറഞ്ഞ സെന്റർ പോയിന്റും പിന്നെ അതിന്റെ റേഡിയസും കിട്ടണം, R എന്നാണ് വാല്യൂ. അപ്പൊ അങ്ങ് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതും ഒരു ജിയോമെട്രിക് ടൈപ്പ് ആണ്. ദെൻ വേറെ നോക്കി ലാസ്റ്റ് നെറ്റ്വർക്ക് അഡ്രസ് ടൈപ്പ് അല്ലെ. മാക് അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഡാറ്റ ടൈപ്പാണ് മാക് അഡ്രസ്, MACADDR. ഓക്കെ, മാക് അഡ്രസ്. അതുപോലെ വേറെ SIDR
SIDR കിട്ടുന്നുണ്ടാവില്ലേ, ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൗട്ടിംഗ്. ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൗട്ടിംഗ് ഇത് ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് പഠിച്ച നെറ്റ്വർക്ക് എന്ന ബുക്കിൽ പഠിക്കുന്നുണ്ട്. CIDR അതായത് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൗട്ടിങ്ങിൽ നെറ്റ്വർക്ക് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് നെറ്റ്വർക്ക് അഡ്രസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ INET ഇത് നെറ്റ്വർക്ക് അഡ്രസ്സും വരും, അതുപോലെ ഹോസ്റ്റ് അഡ്രസ്സും കിട്ടും. ഹോസ്റ്റ് അഡ്രസ്സും നെറ്റ്വർക്ക് അഡ്രസ്സും നെറ്റ്വർക്ക് എന്ന പേപ്പറിൽ പഠിക്കുന്നുണ്ടാവും അതൊക്കെ എന്താണ്. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാം. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്സ് ആണ് PostgreSQL പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ വേറെ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് PostgreSQL കമാൻഡ്സ്. ഓൾറെഡി PostgreSQL 4th സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വേണം പഠിക്കുന്നത് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് മാത്രമാണ്, എങ്ങനെയാണ് ഡാറ്റാബേസുമായി കണക്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ പഠിക്കുമ്പോൾ ഈ PostgreSQL കമാൻഡ്സ് ഇവിടെ ഓർത്ത് വെക്കുക. ജസ്റ്റ് എന്റെ സിന്റാക്സും എക്സാമ്പിളും മാത്രം ഓർത്ത് വെക്കുക. കാരണം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കണക്ഷൻ വരുന്ന സമയത്ത് അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്ട് ആ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് എക്സാമ്പിൾസും ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ഒരു കണ്ടന്റിൽ ജസ്റ്റ് ഇതിന്റെ സിന്റാക്സ് എന്താണ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എക്സാമ്പിൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എക്സാം റൺ ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് അതിന്റെ കൂടെ വരുമ്പോൾ എക്സാമില് PostgreSQLന്റെ കണക്ടിവിറ്റി പ്രോഗ്രാംസ് വരുമ്പോൾ അതിന്റെ കൂടെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്രിയേറ്റ് ഡാറ്റാബേസ്. ടു ക്രിയേറ്റ് ന്യൂ PostgreSQL ഡാറ്റാബേസ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു PostgreSQLന്റെ Postgres എന്ന് പറഞ്ഞ ബൈ ഡിഫോൾട്ട് യൂസറിലുള്ള ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള query ആണ് പറയുന്നത്. സിന്റാക്സ് ക്രിയേറ്റ് ഡാറ്റാബേസ്, ഇതാണ് അതിന്റെ സിന്റാക്സ്. ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസ് നെയിം സെമിക്കോളൻ. ഓക്കെ, എക്സാമ്പിൾ ക്രിയേറ്റ് ഡാറ്റാബേസ് my_college. അണ്ടർസ്കോർ നിർബന്ധമൊന്നുമില്ല, നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നുള്ളൂ. എന്താ ക്രിയേറ്റ് ഡാറ്റാബേസ് ABC, ക്രിയേറ്റ് ഡാറ്റാബേസ് ഫാമിലി സെമിക്കോളൻ, ആ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ക്രിയേറ്റ് ടേബിൾ. ടു ക്രിയേറ്റ് എ ടേബിൾ. ഡാറ്റാബേസിനകത്ത് ഒരുപാട് ടേബിൾസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കൊറിയാണ് ക്രിയേറ്റ് ടേബിൾ. സിന്റാക്സ് നോക്കി, ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം ഇൻ ബ്രാക്കറ്റ് ആ ടേബിളിലെ ഫസ്റ്റ് കോളം നെയിം, ആ കോളം നെയിമിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ് അത് കൊടുക്കുക. ശേഷം കോളം കൺസ്ട്രെയിൻസ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കോളത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ കോളം കോമട്ടിന് ശേഷം കോളം 2 രണ്ടാമത്തെ കോളം നെയിം, അതിന്റെ ഡാറ്റ ടൈപ്പ് കോളം കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇനി എക്സെട്ര ലാസ്റ്റ് വരെ പോകും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളം. എക്സാമ്പിൾ ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ബുക്സ്. ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിന്റെ അകത്തൊരു ബുക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ ബുക്ക് ID, ബുക്കിന്റെ ID ഫസ്റ്റ് നമ്മൾ ബുക്ക് ID കൊടുക്കും അല്ലെ, ഒരുപാട് ബുക്ക് ഉണ്ടാകുമ്പോൾ ബുക്ക് ID ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടർ 5 അത് 5 ഡിജിറ്റ് അല്ലെങ്കിൽ 5 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാനുള്ള സ്പേസ് ആണ്. 5 ക്യാരക്ടേഴ്സ് തന്നെ വേണം. ദെൻ പ്രൈമറി കീ ആണ് ഇവിടെ അതിന്റെ കോളം കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, എംപ്ലോയി ID, ബുക്ക് ID ഇതൊക്കെ പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്യും അല്ലെ. പ്രൈമറി കീ എന്താ നമുക്കറിയാം. ദെൻ ടൈറ്റിൽ, ബുക്കിന്റെ ടൈറ്റിൽ വാർക്കാർ 40 ക്യാരക്ടേഴ്സ് നമുക്ക് എൻട്രി ചെയ്യാനുള്ള വാർക്കാർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നോട്ട് നൾ ആവാൻ പാടില്ല, ബ്ലാങ്ക് ഇടാൻ പാടില്ല. ദെൻ പബ്ലിഷർ വാർക്കാർ, പബ്ലിഷർ കൊടുത്തിട്ടുണ്ട്. പബ്ലിഷർ എന്നാണ് ആരാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്ത്, അത് വാർക്കാർ 40, അത് നോട്ട് നൾ ആണ്. ഓക്കെ, ദെൻ പ്രൈസ്, ബുക്കിന്റെ പ്രൈസ് ഇൻഡിജർ ആണ് വാല്യൂ, നോട്ട് നൾ, അത് നല്ലതാണ്, സെമി കോളൻ. ഇപ്പൊ 1 ടേബിൾ ക്രിയേറ്റ് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലെ? ഇപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളം കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് കോളം കൺസ്ട്രെയിൻസ് നോക്കാം. ഫസ്റ്റ് നോട്ട് നൾ അറിയാം നമുക്ക്, നൾ ആവാൻ പാടില്ല, ബ്ലാങ്ക് ആക്കി എൻട്രി ചെയ്യാൻ പാടില്ല. ആ കോളത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം, 0 എന്നോ മൈനസ് വാല്യൂ എന്നോ അല്ലെങ്കിൽ ABC ടെക്സ്റ്റോ ഒരു സ്പേസോ. ബ്ലാങ്ക് ഇടാൻ പാടില്ല, സ്പേസ് ഒരു സ്ട്രിങ് ആണ്, അത് നള്ളല്ല. അപ്പൊ നൾ എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാതിരിക്കാൻ പാടില്ല, എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രൈമറി കീ നമുക്കറിയാമല്ലോ, പ്രൈമറി കീ എന്താണ്, യുണീക്ക് ഐഡന്റിഫൈഡ് കീ ആണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. വേറെയാണ് യുണീക്ക് വൺ. യുണീക്ക് ഉദ്ദേശിച്ചത് ആ ഒരു സെയിം കണ്ടന്റ് വേറെ ഉണ്ടാകാൻ പാടില്ല ആ ഒരു കോളത്തിൽ. ഇപ്പൊ പ്രൈസ് യുണീക്ക് ആക്കി വെക്കാൻ പാടില്ല, കാരണം 15 എന്നൊരു റുപ്പീസ്, 15 റുപ്പീസിന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് 15 റുപ്പീസിന് വേറെ പ്രൊഡക്റ്റും കിട്ടാം. ഇപ്പൊ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വരുമ്പോൾ നെയിം ഒരു പക്ഷേ രണ്ടും ഒരു ക്ലാസ്സിന്റെ സെയിം നെയിമിൽ കുട്ടികൾ വരാം. പക്ഷെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, സീരിയൽ നമ്പർ, എംപ്ലോയി ID, അക്കൗണ്ട് നമ്പർ ഇതൊന്നും എന്തായിരിക്കില്ല, റിപ്പീറ്റ് ചെയ്ത് വരില്ല ഒരിക്കലും. അപ്പൊ ആ സെറ്റിങ്സ് യുണീക്ക് ആക്കി വെക്കുക. അഥവാ നമ്മൾ കൈ തട്ടിയിട്ടൊക്കെ എക്സ്ട്രാ വരുന്ന ആ സെയിം നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് വന്നാലും അത് എറർ വരണം. അതിന് വേണ്ടിയിട്ട് യുണീക്ക് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം, അത്രയും കാര്യങ്ങൾ. ദെൻ ചെക്ക് അറിയാലോ, കണ്ടീഷൻ. അപ്പൊ പെർസെന്റേജ് ഒക്കെ കാണുമ്പോൾ 100 എബവ് വരാൻ പാടില്ല പെർസെന്റേജ് അല്ലെ. അപ്പൊ അവിടെ ചെക്ക് പെർസെന്റേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ അവിടെ ചെക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ ഡിഫോൾട്ട് എന്നാൽ നമ്മൾ വാല്യൂ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം, ആ രൂപത്തിലായിരുന്നു. അപ്പോൾ ജെൻഡർ എൻട്രി ചെയ്യേണ്ട ജെൻഡർ
അപ്പൊ മെയിലും ഫീമെയിലും 2 വാല്യൂസിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് ഡീഫാൾട്ട് എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജെൻഡറിന്റെ പോർഷൻ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യാതിരുന്നാൽ ഓട്ടോമാറ്റിക് അവിടെ എം കയറും, മെയിൽ കയറും. ഫീമെയിൽ ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഡീഫാൾട്ട് ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഡീഫാൾട്ട് വരെ എന്താണോ അത് അവിടെ ഇൻസെർട്ട് ആവും. ദെൻ വേറെ എന്താണ് റെഫറൻസസ്. റെഫറൻസസ് നമുക്കറിയാം അല്ലെ, ഒരു കണ്ടന്റ് വേറൊരു ഭാഗത്ത് നമുക്ക് റെഫറൻസസ് ആക്സസ് ചെയ്യാൻ പറ്റും. വേറെ ടേബിളിന് ഡാറ്റ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഫറൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു കോളമായി ബന്ധപ്പെട്ട റെഫറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാനാണ് റെഫറൻസസ് എന്ന് പറഞ്ഞ കോളം കൺസ്ട്രെയിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് ടേബിൾ ആസ്. To create a table from an existing table by copying the existing tables column. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ആ ടേബിൾ ജസ്റ്റ് കോപ്പി അതുപോലെ കോപ്പി ചെയ്യാം. പക്ഷെ കോപ്പി ചെയ്യുമ്പോൾ ആ ടേബിളിന്റെ കോളംസ് അതുപോലെ വരും, എക്സിസ്റ്റിംഗ് കോളംസ്. ഓക്കെ, അതിൽ കണ്ടന്റ് ഉണ്ടാവില്ല, ഓൺലി കോളംസ് മാത്രം കോപ്പി. ഒരു ടേബിൾ കംപ്ലീറ്റ് കോപ്പി ഇല്ല, ആ ടേബിൾ കോപ്പി ചെയ്യും. ആ ടേബിളിന് എങ്ങനെയാണോ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്, ഫസ്റ്റ് ക്വറി ക്രിയേറ്റ് ചെയ്തത്, ആ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയുണ്ടോ അതുപോലെ വരും. അതിനുള്ളിലെ കണ്ടന്റ്സ് ഉണ്ടാവില്ല, ടേബിളിന്റെ സ്കീമ മാത്രം കോപ്പി ചെയ്ത് കിട്ടും. അതിനാണ് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ടേബിൾ ആസ്. സിന്റാക്സ് ഓക്കെ, ക്രിയേറ്റ് ടേബിൾ ന്യൂ ടേബിൾ നെയിം ആസ് ക്വറി. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഓക്കെ, ഒരു ഇൻവെന്ററി എന്ന് പറഞ്ഞ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളാണ് ഇൻവെന്ററി. എന്ത് ചെയ്യാം, ക്രിയേറ്റ് ടേബിൾ ഇൻവെന്ററി, ന്യൂ ടേബിൾ നെയിമാണ് ഇൻവെന്ററി എടുത്ത് ആസ് എന്ന് പറഞ്ഞ ശേഷം അവിടെ ക്വറി ടൈപ്പ് ചെയ്യണം. ഏതാ ക്വറി നോക്കി, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്റ്റ് വേർ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 5. ഈ ഒരു പ്രോഡക്റ്റ് എന്ന ടേബിളിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരിക്കും. ആ കോളത്തിൽ ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ മുകളിൽ വാല്യൂ വരുന്ന എല്ലാം പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഒരു ക്വറി. അത് അങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അത് ഒരു സെപ്പറേറ്റ് ടേബിൾ ആയിട്ട് ഇൻവെന്ററി എന്ന് പറഞ്ഞ ഒരു ടേബിൾ ആയിട്ട് മാറും. ഡാറ്റാബേസിൽ സേവ് ചെയ്ത് വെക്കും. ആ ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, ഈ ഒരു ക്രിയേറ്റ് ടേബിൾ ആസ് എന്ന് പറഞ്ഞു. വേറെ എക്സാമ്പിൾ നോക്കി, നമുക്ക് കോളേജിൽ ഒരു സ്റ്റുഡൻസ് എന്ന ടേബിൾ വിചാരിക്കാം. അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ടേബിൾ വേറെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പൊ അത് ഒരു 12ഓളം കോളംസ് ഉള്ള ഒരു ടേബിളാണ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് അതിൽ രജിസ്റ്റർ നമ്പറും നെയിമും ഏജും മാത്രം മതി, 3 കണ്ടന്റ്. അത് മാത്രമല്ല ആ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ഇയർ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആ വേണ്ടത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇയർ കുട്ടികളുടെ ഡാറ്റ മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ അപ്പൊ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം, ക്രിയേറ്റ് ടേബിൾ തേർഡ് ഇയർ സ്റ്റുഡന്റ്. അതാണ് നമ്മൾ ടേബിൾ നെയിം കൊടുത്ത് തേർഡ് ഇയർ സ്റ്റുഡന്റ് ആസ്. ഇനി ക്വറി ചെയ്ത എങ്ങനെയാ, സെലക്ട്, ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, രജിസ്റ്റർ നമ്പർ കോമ നെയിം കോമ ഏജ് വേർ ഇയർ ഇസ് ഈക്വൽ ടു തേർഡ്. അപ്പൊ ആ ഈ തേർഡ് ഇയറിലുള്ള കുട്ടികളെ മൊത്തം പിക്ക് ചെയ്യും. അതിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടത്, 3 കോളമേ ആവശ്യമുള്ളൂ. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ നമ്പർ, അതുപോലെ നെയിം, ഏജ്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടേബിള് പ്രിന്റ് ചെയ്ത് കിട്ടും. അത് ഓട്ടോമാറ്റിക് എവിടെ സേവ് ചെയ്യും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തേർഡ് ഇയർ സ്റ്റുഡൻസ് തന്നെ ആ ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു ടേബിൾ ആക്കി ഡാറ്റാബേസിലെ ടേബിൾ സ്റ്റോർ ചെയ്യും. ഓക്കെ അല്ലേ. ദെൻ സെലക്ട്, വളരെ ഫെമിലിയർ ആയ ഒരു സെലക്ട് ക്വറി. ടു ഫെച്ച് ദ ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ് ടേബിൾ, ഡാറ്റാബേസിൽ ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള ക്വറിയാണ്. സെലക്ട് കോളം 1, കോളം 2, കോളം 3 എക്സെട്ര ഫ്രം ടേബിൾ നെയിം. ഇതാണ് സിന്റാക്സ്. നമുക്ക് കോളം വൈസ് സെപ്പറേറ്റ് കോളം എല്ലാം പ്രിന്റ് ചെയ്യാതെ ആ ഡാറ്റാബേസിലുള്ള ഒരു ഫ്യൂ കോളംസ് നമുക്ക് എടുത്ത് പ്രിന്റ് ചെയ്യിപ്പിക്കണം വിചാരിക്കാം. കോളമിന് ആ കോളമിന്റെ പേര് മാത്രം കോമറ്റ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. അപ്പൊ എല്ലാ കോളവും പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലെ. ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാറിന് പകരം എന്ത് കൊടുക്കണം, ഏതൊക്കെ കോളംസ് നമുക്ക് വേണ്ടത് ആ കോളം മാത്രം കോമറ്റ് കൊടുത്താൽ മതി, അത് പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കി എക്സാമ്പിൾ നോക്കി, സെലക്ട് എംപ്ലോയി ഐ ഡി, എഫ് നെയിം, സാലറി ഫ്രം കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് എംപ്ലോയി ഐ ഡി, എഫ് നെയിം, സാലറി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, അതുപോലെ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിലെ എല്ലാ ഡാറ്റയും കോളംസും പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ ക്ലോസ്, ഈ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയുള്ള ക്ലോസുകൾ പറയാറുണ്ട്. ഏതൊക്കെയാ, ഡിസ്റ്റിങ്ക്ട് അല്ലെ, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ടാണ് ഡിസ്റ്റിങ്ക്ട് വരിക. വേറെ ഒന്നാണ് വേർ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ കൊടുക്കുക. വേർ ഒരു ക്ലോസ് ആണ്, വേർ ക്ലോസ്. ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതിൽ മാത്രം പ്രിന്റ് ചെയ്തിരിക്കാം. വേർ സാലറി ഗ്രേറ്റർ ദാൻ 15,000. ഡിസ്റ്റിങ്ക്ട് കോഴ്സ് എന്ന് കൊടുക്കാം, കോഴ്സ്. അപ്പോൾ വ്യത്യസ്ത കോഴ്സുകൾ ഏതൊക്കെയാണ് അത് മാത്രം പ്രിന്റ് ചെയ്ത് കിട്ടും. ക്ലിയർ. നെക്സ്റ്റ് ഓർഡർ ബൈ, ഇത് സോർട്ട് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഓർഡർ ബൈ നെയിം കൊടുത്താൽ നെയിം ഓട്ടോമാറ്റിക് സോർട്ട് ചെയ്ത് കിട്ടും ആൽഫബറ്റിക് ഓർഡറിൽ. അസെൻഡിങ് ഓർഡറിലാണ് ഡീഫോൾട്ട് ആയി സോർട്ട് ചെയ്യുക. ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ ഓർഡർ ബൈ നെയിം അതെന്ത് കൊടുക്കണം, DESC കൊടുക്കണം, ഡിക്രീസിങ് ഓർഡറിൽ. ഗ്രൂപ്പ് ബൈ എന്ന് ഉദ്ദേശിച്ചത് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ കോഴ്സ്, 2 കോഴ്സിന് 2 കോഴ്സ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുക.
then having എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കുന്നത് കണ്ടന്റ് ഉള്ളത്. ഹാവിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഇസ് ഈക്വൽ ടു സയൻസ്. കോഴ്സിന് എന്ന് പറഞ്ഞ കോളത്തിൽ സയൻസ് ഉള്ള കണ്ടന്റ് മാത്രം പ്രിന്റ് ചെയ്തെടുക്കുക. ലിമിറ്റ്, ഒരു ലിമിറ്റ്, ഒരു പർട്ടിക്കുലർ നമ്പർ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ആ ലിമിറ്റിനകത്തുള്ള കണ്ടന്റ് മാത്രം പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഫെച്ച് ഉദ്ദേശിച്ച ഡാറ്റ ആക്സസ് ചെയ്യേണ്ടതാണ് ഫെച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഫെച്ച് ഇസ് ഈക്വൽ ടു ആ ഫെച്ചിന്റെ വാല്യൂ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വരുന്നതാണ് യൂണിയൻ, ഇന്റർസെക്ട്, എക്സെപ്റ്റ്, ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, ഔട്ടർ ഫുൾ ജോയിൻ, ക്രോസ് ജോയിൻ, എല്ലാ കൺസെപ്റ്റും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 5 വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, ഡിസ്റ്റിങ്ക്ട്, വേർ, ഓർഡർ ബൈ, ഗ്രൂപ്പ് ബൈ, ഹാവിംഗ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്രയും കണ്ടന്റുകളാണ്. അത് എന്തായാലും നിങ്ങൾ എക്സാമിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, ഓർത്ത് വെക്കാം. ഡിസ്റ്റിങ്ക്ട്, വേർ, ഓർഡർ ബൈ, ഗ്രൂപ്പ് ബൈ, ഹാവിംഗ്. നെക്സ്റ്റ് ഇൻസെർട്ട് ഇൻടു. To insert a single record or multiple records into a database table. PostgreSQL ടേബിൾക്ക് ഡാറ്റാബേസ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോറിയാണ് ഇൻസെർട്ട് ഇൻടു ടേബിൾ നെയിം. ഫസ്റ്റ് ടേബിൾ നെയിമിക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുക. ദെൻ എങ്ങനെ ഇൻസെർട്ട് ചെയ്യണം? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, എക്സെട്ര. ദെൻ അതിന്റെ വാല്യൂസ്, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, എക്സെട്ര അപ് ടു. ഇവിടെ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വാല്യൂ 1 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് കോളം നെയിം എന്താണ് ഇവിടെ കൊടുത്തത് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. ഇവിടെ കോളം 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കോളം 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഫസ്റ്റ് വാല്യൂ എന്ത് ചെയ്യും? കോളം 2 ഇൻസെർട്ട് ആവുക. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഡാറ്റ ടൈപ്പ് ഈക്വൽ ആണ്, കറക്റ്റ് ആയിരിക്കണം. ഇവിടെ കൊടുക്കുന്നത് ഇവിടെ സ്ട്രിംഗ് ആണ്, ഇവിടെ ഫസ്റ്റ് വാല്യൂ റീഡ് ചെയ്യുന്ന നമ്പർ ആണെങ്കിലോ അത് മിസ്മാച്ച് ആവും, അത് ടേബിളിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ആവില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ ഇവിടെ കൊടുക്കുന്ന കോളം അതിന്റെ കറക്റ്റ് ഡാറ്റ ടൈപ്പ് എന്താണോ അതിന്റെ രൂപത്തിൽ കൊടുക്കണം. സ്ട്രിംഗ് ആകുമ്പോൾ ടേബിൾ കോഡ്സിൽ കൊടുക്കണം. ഓ, അങ്ങനെയുള്ള എറേഴ്സ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരാറുണ്ട്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ ടേബിൾ ഇൻസെർട്ട് ചെയ്യുമ്പോഴും ടേബിൾ വാല്യൂ ഇൻസെർട്ട് ചെയ്യുമ്പോഴും സാധാരണ എറേഴ്സ് വരാറുണ്ട് കുട്ടികൾക്ക്, ശ്രദ്ധിക്കുന്ന കാര്യം. എക്സാമ്പിൾ നോക്കി, ഇൻസെർട്ട് ഇൻടു യൂസേഴ്സ് ആണ് ടേബിളിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാൻ. ഫസ്റ്റ് വാല്യൂ ഏജ്, ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. വാല്യൂസ് 30 അവിടെ ഇൻസെർട്ട് ആവും, ഏജിൽ ഇൻസെർട്ട് ആവും. pknws@gmail.com, ഈ ഒരു ഇമെയിൽ അവിടെ സ്റ്റോർ ആവും, ഇമെയിലോട്ട് സ്റ്റോർ ആയി കിട്ടും. ഫസ്റ്റ് നെയിം എന്നുള്ളത് അർജുൻ അല്ലെ, ലാസ്റ്റ് നെയിം കുമാർ, അർജുൻ കുമാർ. ഇങ്ങനെ ഒരു ഡാറ്റ ഇൻസെർട്ട് ആയി. ഇപ്പൊ ഒരു ഡാറ്റ ഒരു റോ ഇൻസെർട്ട് ചെയ്തു. അടുത്ത റോ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഇൻസെർട്ട് ഇൻടു യൂസേഴ്സ്, ഏജ്, ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, വാല്യൂസ്. ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂസ് ഈ ഓർഡറിൽ കൊടുക്കണം. ഓക്കെ, സെലക്ട് ഇൻടു ഡാറ്റാബേസിൽ ഡാറ്റ റിട്രീവ് ചെയ്യാൻ അല്ലെ, സെലക്ട് ചെയ്യാൻ. അവിടെ നേരത്തെ പഠിച്ചാണ് സെലക്ട് എന്ന കീവേഡ്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കി, ടു ക്രിയേറ്റ് എ ന്യൂ ടേബിൾ ആൻഡ് ഇൻസെർട്ട് ഡാറ്റ റിട്ടേൺഡ് ബൈ എ ക്വറി. ഇവിടെ മുമ്പ് പറഞ്ഞ ക്രിയേറ്റ് ആസിന് കുറഞ്ഞൊരു ഡിഫറൻസ് ഉണ്ട്. നോക്കി എന്താ പറയാൻ നോക്കാം. അതായത് ന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ദെൻ അത് കൂടാതെ അതിക്ക് ഡാറ്റ കൂടെ ഇൻസെർട്ട് ആക്കണം, ഒരുമിച്ച് ചെയ്യാൻ. ക്രിയേറ്റ് ഡാറ്റ ഇൻസെർട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ നോക്കിയ സിന്റാക്സ് ഓക്കെ, സെലക്ട് സ്റ്റാർ ഇൻടു ന്യൂ ടേബിൾ നെയിം. പുതിയ ടേബിൾ നെയിം അവിടെ കൊടുക്കുന്നുണ്ട്. ആ ടേബിൾ നെയിം ഏത് ഡാറ്റാബേസിലാണോ ആ സെയിം ഡാറ്റാബേസിലാണ് അതിന്റെ ആവശ്യമില്ല, അതാണ് ഇവിടെ ഓപ്ഷണൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. സെയിം ഡാറ്റാബേസ് തന്നെ പുതിയ ടേബിൾ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യമില്ല. അതുപോലെ വേറെ ഡാറ്റാബേസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡാറ്റാബേസ് നെയിം ഇവിടെ കൊടുക്കണം. ദെൻ ഫ്രം ടേബിൾ. ഇപ്പൊ കറന്റ് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഡാറ്റാബേസിൽ നിന്റെ ഒരു ടേബിളാണിത് അല്ലെ, കറന്റ് റൺ ചെയ്യുന്ന ഡാറ്റാബേസിനകത്തുള്ള ടേബിളാണ്. ഈ ടേബിളിലെ കണ്ടന്റ് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക വേറൊരു ഡാറ്റാബേസിലോട്ട്. ആ ഡാറ്റാബേസിനകത്തുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിളിലോട്ട് കംപ്ലീറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുക. ആ ടേബിളും ക്രിയേറ്റ് ആവും, ടേബിൾ നെയിം വ്യത്യാസമാണ് അല്ലെ, ന്യൂ ടേബിൾ നെയിം കൊടുത്ത്. ഇപ്പൊ വേറെ ഡാറ്റാബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം ഡാറ്റാബേസ് തന്നെ ഉണ്ടാവും. സെയിം ഡാറ്റാബേസ് ആകുമ്പോൾ ഇത് ഇവിടെ ഈ ഒരു ഡാറ്റ ടൈപ്പ് ഇവിടെ ഒരു എന്താണ് ഡാറ്റാബേസ് നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ക്വറി വരിക, സെലക്ട് സ്റ്റാർ ഇൻടു ന്യൂ ടേബിൾ ഫ്രം ടേബിൾ 1. അപ്പൊ ഇപ്പൊ റൺ ചെയ്യുന്ന ഡാറ്റാബേസിന്റെ അകത്തുനിന്ന് ഒരു ടേബിൾ, ആ ടേബിൾ കംപ്ലീറ്റ് വേറെ ടേബിൾ നെയിമിൽ കോപ്പി ചെയ്ത് കിട്ടും. ഓക്കെ, ടേബിൾ നെയിം വേറെ ആയിരിക്കും, ടേബിളിലെ കോളംസ് സെയിം ആയിരിക്കും, ടേബിളിന്റെ അകത്തുള്ള വാല്യൂസും സെയിം ആയിരിക്കും. അതാണ് സെലക്ടിനെ റിട്രീവ് ചെയ്യാനുള്ളത്. പിന്നെ ഇൻറ്റു എവിടെ വരിക? ഇൻറ്റു എന്നാണ് ഡാറ്റാബേസിലോട്ട് ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു വരിക. അപ്പൊ രണ്ടും ഒരുമിച്ച് വന്നു. അപ്പൊ ഒരു ടേബിളിന് ഡാറ്റ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് കൊടുത്ത്, വേറെ ടേബിളൊക്കെ ഡാറ്റ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു കൊടുത്തത്. അപ്പൊ രണ്ടും ഒരുമിച്ച് വന്നു, സെലക്ട് ഇൻറ്റു. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, സെലക്ട് കോളം നെയിം. ഇനി നമുക്ക് അതില് ആ ടേബിളിൽ കംപ്ലീറ്റ് വാല്യൂ കോളംസ് ആവശ്യമില്ല വിചാരിക്കാം, കുറച്ചെണ്ണം മാത്രം മതി വിചാരിക്കാം. അപ്പോഴോ അപ്പൊ എന്ത് ചെയ്യും? സെലക്ട് കോളം നെയിംസ്. കോളം നെയിംസ് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമില്ല മാത്രം കോപ്പി. അപ്പൊ രജിസ്റ്റർ നമ്പറും സ്റ്റുഡന്റ് നെയിം മാത്രം മതി വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? കോമന്റ് കൊടുക്കുക, സെലക്ട് രജിസ്റ്റർ നമ്പർ നെയിം ഇൻടു ആ ന്യൂ ടേബിളിന്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ഫ്രം ടേബിൾ 1. അപ്പോൾ വലിയൊരു ഡാറ്റാബേസിന്റെ ടേബിളിന് കുറച്ച് കണ്ടന്റ് മാത്രം കിട്ടും. അത് ആ ടേബിളിലെ വാല്യൂസും ഉണ്ടാവും. നമ്മൾ മുമ്പ് ക്രിയേറ്റ് ആസ് എന്ന് പറഞ്ഞത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ക്രിയേറ്റ് ടേബിൾ ആസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ടേബിൾ ക്രിയേറ്റ്, ടേബിളിന്റെ സ്കീമ മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ, ടേബിളിനുള്ളിൽ ഡാറ്റ ഉണ്ടായിട്ടില്ല.
ഇവിടെ ഡാറ്റ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ഓക്കെ, എക്സാമ്പിൾ ഓക്കെ, സെലക്ട് സ്റ്റാർ ഇൻടു റിസൾട്ട് ഫ്രം സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന ടേബിളിൽ റിസൾട്ട് എന്ന് പറഞ്ഞ പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കോപ്പി ക്രിയേറ്റ് ആയി വരുമ്പോൾ ഓക്കെ, സെയിം ഡാറ്റാ ബേസിൽ. അതുപോലെ വേറെ സെലക്ട് നെയിം മാർക്ക്, നെയിമും മാർക്ക് മാത്രം പിക്ക് ചെയ്യാം ഇൻടു റിസൾട്ടിൽ. റിസൾട്ട് എന്ന ടേബിൾക്ക് പിക്ക് ചെയ്ത് കൊടുക്കുക. ആ ടേബിൾ ഓൾറെഡി ഇല്ല, അത് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഫ്രം സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് എന്ന ഡാറ്റാ ബേസിന്റെ ടേബിളിൽ, ഈ ടേബിളിനകത്ത് നിന്നും വേറെ ടേബിൾ ക്രിയേറ്റ് റിസൾട്ട്. ആ റിസൾട്ട് എന്തൊക്കെ ഉണ്ടായിരുള്ളൂ? നെയിമും മാർക്കും മാത്രമേ ഉണ്ടാവും. അപ്ഡേറ്റ് ടു മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ഇൻ എ ടേബിൾ. അപ്ഡേറ്റ് ചെയ്യാനല്ലേ, എക്സിസ്റ്റിംഗ് ടേബിളിലുള്ള കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യാം. സിന്റാക്സ് ഓക്കെ, അപ്ഡേറ്റ് ടേബിൾ നെയിം, ഏത് ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ടേബിൾ നെയിം കൊടുക്കുക. സെറ്റ്, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ മാറ്റിയിട്ട് പുതിയ വാല്യൂ ഇൻസെർട്ട് ചെയ്യല്ലേ, അപ്പൊ ആ കോളം നെയിം കൊടുക്കുക. കോളം നെയിം ഈസ് ഈക്വൽ ടു ഏത് വാല്യൂ ആണോ ആ വാല്യൂ സെറ്റ് ചെയ്യാം. ഇനി വേറെ വാല്യൂ ഉണ്ടെങ്കിലോ വേറെ കോളം 2 ഈക്വൽ ടു അതിന്റെ വാല്യൂ, കോളം എക്സെട്ര എക്സെട്ര. ദെൻ വേർ കണ്ടീഷൻ കൊടുക്കാം, എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. എക്സാമ്പിൾ, അപ്ഡേറ്റ് കമ്പനി സെറ്റ് സാലറി ഈസ് ഈക്വൽ ടു 15,000 വേർ എംപ്ലോയി ഐ ഡി ഈസ് ഈക്വൽ 3. കമ്പനി എന്ന് പറഞ്ഞ ടേബിളിൽ സാലറി ഈസ് ഈക്വൽ ടു 15,000 ആക്കി മാറ്റും. ആർക്കാണ്? എംപ്ലോയി ഐ ഡി ഈസ് ഈക്വൽ 3. എംപ്ലോയി ഐ ഡി 3 എന്നുള്ള ഒരാളുണ്ടായിരിക്കും, അത് ആ എംപ്ലോയിക്ക് സാലറി 15 ആക്കി ചേഞ്ച് ചെയ്യും, 15K ആക്കി മാറ്റും. ഓക്കെ, അപ്ഡേറ്റ് കോണ്ടാക്ട്സ്, കോണ്ടാക്ട്സ് എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. സെറ്റ് ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ജാനി, ഫസ്റ്റ് നെയിം ജാൻ എന്നൊരു പേരാക്കി മാറ്റണം. വേർ കോണ്ടാക്ട് ഐ ഡി ഈസ് 35 കോണ്ടാക്ട് ഐ ഡി ഉള്ള, ഇത് പ്രൈമറി കീ ആയിരിക്കും, നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത്. യൂണീക്ക് ആകുമ്പോഴേക്കും ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. 35 എന്ന് പറഞ്ഞ ആ ഒരു കോണ്ടാക്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ ഫസ്റ്റ് നെയിം ജാനിയൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്ഡേറ്റ് സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുക. സെറ്റ് നെയിം ഇസ് ഈക്വൽ ടു ആര്യ, മാർക്ക് ഇസ് ഈക്വൽ ടു 68. രണ്ടെണ്ണം ഒരേ സമയം അപ്ഡേറ്റ് ചെയ്യുക. നെയിം ഇസ് ഈക്വൽ ടു ആര്യ ആക്കണം, മാർക്ക് ഇസ് ഈക്വൽ ടു 68 ആക്കണം. എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും, അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം അങ്ങനെ. ഓക്കെ, ദെൻ വേർ റോൾ നമ്പർ ഈക്വൽ ടു 104 റോൾ നമ്പർ ഉള്ള ഒരു സ്റ്റുഡന്റിന്റെ നെയിം ആര്യ എന്നാക്കി മാറ്റണം. ദെൻ മാർക്ക് ഇസ് ഈക്വൽ 68 ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഡിലീറ്റ്, ടു ഡിലീറ്റ് എ സിംഗിൾ റെക്കോർഡ് ഓർ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഫ്രം എ ഡാറ്റാബേസ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻസ്, സിമ്പിൾ ആണ്. ഡിലീറ്റ് ചെയ്യുക ഫ്രം ടേബിൾ നെയിം, വേർ കണ്ടീഷൻ കൊടുക്കാം. എക്സാമ്പിൾ ഓക്കെ, ഡിലീറ്റ് ഫ്രം ബുക്സ്, ബുക്സ് എന്ന ടേബിളിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു. വേർ പ്രൈസ് ലെസ് ദാൻ 100 റുപ്പീസിന് താഴെയുള്ള എല്ലാ ബുക്സും ആ ടേബിളിൽ ഡിലീറ്റ് ആവും. ഓക്കെ, ഡിലീറ്റ് ഫ്രം കോണ്ടാക്ട്സ്, കോണ്ടാക്ട്സ് എന്ന ടേബിളിൽ ഡിലീറ്റ് ചെയ്യണം. വേർ ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു വിമല, ഫസ്റ്റ് നെയിം വിമല എന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ടോ ടേബിളിൽ അതെല്ലാം ഡിലീറ്റ്. ഒരാളാണെങ്കിൽ ഒരാൾ മാത്രം, 2, 3 എത്ര പേരുണ്ടോ ഫസ്റ്റ് നെയിം വിമല എന്നുള്ളത്, അത് ഓട്ടോമാറ്റിക് അവരെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. ഇത് നമ്മൾ സിലബസിൽ പറയാത്ത 2 കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഓർത്ത് വെക്കാം. ആൾട്ടറും ഡ്രോപ്പ്. ആൾട്ടർ എന്ന സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിക്കുക ടു അപ്ഡേറ്റ് ദ ടേബിൾ സ്ട്രക്ചർ ഓർ ചേഞ്ച് ഇൻ സ്കീമ ഓഫ് എ ടേബിൾ സച്ച് ആസ് കോളം, ടേബിൾ നെയിം എക്സെട്ര. അതുപോലെ ഡ്രോപ്പ്, ടു ഡിലീറ്റ് ദ ടേബിൾ ഓർ ഡാറ്റാബേസ്. ഇതാണ് ഡ്രോപ്പ് യൂസ് ചെയ്യുക, ടേബിളോ അല്ലെങ്കിൽ ഡാറ്റാബേസോ ഡിലീറ്റ് ചെയ്യാൻ ഡ്രോപ്പ് ഉപയോഗിക്കും. ഓക്കെ, നമുക്കറിയാം 3 ലാംഗ്വേജ് ആണ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഏതൊക്കെയാ? DML, DCL, DDL. DDL ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്കീമ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് DDL ലാംഗ്വേജ്. അതിൽ വരുന്നതാണ് ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്. ഓക്കെ, അത്രയും കണ്ടന്റ് ആൾക്കാർ വരുന്നതാണ്. അതുപോലെ DML ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, അതിൽ വരുന്നതാണ് സെലക്ട്, ഇൻസെർട്ട്, അതുപോലെ ഡിലീറ്റ്, അപ്ഡേറ്റ്. അപ്പൊ ഈ ഡിലീറ്റ് എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഡ്രോപ്പിന് മാറാറുണ്ട്. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ അകത്തെ വാല്യൂസിനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്ഡേറ്റ് അതുപോലെ ടേബിളിന്റെ അകത്തെ വാല്യൂസ് ഇൻസെർട്ട് ഇൻറ്റു ഉപയോഗിച്ച് ചെയ്യുന്ന, ടേബിളിന്റെ അകത്തുള്ള ഡാറ്റകൾ ഇൻസെർട്ട് ചെയ്യാനോ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനോ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റും അപ്ഡേറ്റും സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇവിടെ ആൾട്ടർ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത് ഇത് DDL ആണ് വരുന്നത്. ടേബിളിന്റെ സ്കീമയും സ്ട്രക്ചറും ചേഞ്ച് ചെയ്യാൻ, പുതിയൊരു കോളം ആഡ് ചെയ്യാൻ, ഉള്ള കോളം റിമൂവ് ചെയ്യാം, അതുപോലെ കോളം കൺസ്ട്രെയിൻസ് ചേഞ്ച് ചെയ്യാം, ടേബിൾ നെയിം ചേഞ്ച് ചെയ്യാം. ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യണം? ആൾട്ടർ ഉപയോഗിക്കും. ഓക്കെ, ഡിലീറ്റ് എന്ന ടേബിളിലെ കണ്ടന്റ് ആണ് ചേഞ്ച് ചെയ്യാം, ടേബിളിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റാബേസിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ഉപയോഗിക്കും. ഓക്കെ അല്ലെ. പിന്നെ വരുന്ന മൂന്നാമത്തെ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, DCL. ഓക്കെ, അതിൽ റോൾ ബാക്ക്, കമ്മിറ്റ്, ട്രങ്കേറ്റ്, ഗ്രാൻഡ്, റിവോക്ക് എന്നൊക്കെ വരുന്ന കൺസെപ്റ്റ് അതായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. PostgreSQL ഫീച്ചേഴ്സ്, ഡാറ്റ ടൈപ്സ്, ദെൻ PostgreSQL കമാൻഡ്സ്. കമാൻഡ്സിന്റെ എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ളൂ. എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നതിന്റെ താഴെ നമുക്ക് ഇനി പഠിക്കുന്നുണ്ട്. PostgreSQL ഇന്ററാക്ഷൻ വരുന്നുണ്ട്.
ആ ഇന്റഗ്രേഷനും അതുപോലെ കണക്ഷനും ഒക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ക്വറീസും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.